ഹലോ. അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നവംബർ 7. ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്നത്തെ ആ ഒരു ബർത്ത്ഡേക്ക് സെലിബ്രേറ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയുടെ മുന്നത്തെ ആഴ്ചയായിട്ട് മഞ്ചേരി കൂടിയിട്ടുണ്ടായിരുന്നല്ലോ, റെയിനുട്ടേൻ്റെ ബർത്ത്ഡേ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടിയ സമയം നോക്കിയിട്ട് ചെറുതായിട്ട് ജുമ്മിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7-ാം തീയതി ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്താ പറയുക, ഞങ്ങൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ മാസവും ഓരോരുത്തരെയും ബർത്ത്ഡേ ഉണ്ടാവും. അതിൽ ഈ ഒരു കൊല്ലത്തിൽ 12 മാസത്തിൽ ഏതോ 1-2 മാസമുള്ളൂ ഞങ്ങൾക്ക് വിശേഷങ്ങൾ ആയിട്ട് ഒന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ ഈ നവംബർ എന്ന് പറയുന്നത് നുജൂമിൻ്റെ ബർത്ത്ഡേ, അതായത് എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ഉണ്ട്, ഇതുമൂല ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം രണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കും. അപ്പോൾ ഈ ബർത്ത്ഡേ എൻ്റെ കേക്കും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നാനൻ്റെ പരിപാടിയാണ് കേട്ടോ. ഓളാണ് ഇത്, നാന പറഞ്ഞ നാത്തൂന് ഓളെ പരിപാടിയാണ്. ഓള് ഞങ്ങളുള്ള സമയത്ത് അത് അങ്ങനെ ഒന്ന് നടത്തിയതാണ്. എല്ലാവരും ഉള്ളതല്ലേ. അപ്പോൾ ഇനി എന്നാ വരിക എന്നറിയില്ലല്ലോ, എന്തായാലും മാസത്തിലൊരിക്കൊക്കെ ഞങ്ങൾ അങ്ങനെ കൂടാറുള്ളൂ. അപ്പം ഓളെ പരിപാടിയാണ് ഇന്ന് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. പിന്നെ ബർത്ത്ഡേ ബോയിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ഞാനാണ് മൂത്തത്, പിന്നെ നടുവിൽ നുജൂം, പിന്നെ തുത്തും. ഞാനും നുജൂമും 4.5 വയസ്സിൻ്റെ മാറ്റമുണ്ട്. നുജൂമും തുത്തും 7 വയസ്സിൻ്റെ മാറ്റമുണ്ട്. ഞാനും തുത്തും 11 വയസ്സിൻ്റെ മാറ്റമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാൾക്കും കൂടി ഒരു ആന്തര്യമാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഒന്നുണ്ടായാൽ മതി. എന്താ പറയുക, നല്ലതൊന്നും മതി എന്നൊക്കെ പറയില്ലേ, അതിൽ പെട്ടതാണ് ഓന്. അതെനിക്ക് ഇന്നത്തെ ദിവസം പറയാതിരിക്കാൻ പറ്റൂല. കാരണം നമ്മളെന്താണോ, അതായത് ഞാനും തുത്തോളൂ, ഞങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതോന് മനസ്സിലാവും. ഞങ്ങൾക്കൊരു പെങ്ങന്മാർ എന്നുള്ള രീതിയിൽ എങ്ങനെ ഇപ്പം ഞാൻ പറയാം, അത് എൻ്റെ ഒരു ലെക്കാണ്. നമ്മൾ കരുതല്ലോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള ലെക്ക്. എൻ്റെ കുടുംബമാണ് കേട്ടോ എൻ്റെ ഒരു വലിയൊരു ലെക്ക് എന്ന് പറയുന്നത്. ഒരുപാട് പൈസ അതൊന്നല്ല, ഒരുമിച്ചുള്ള സ്നേഹം, അതാണ് സത്യം പറഞ്ഞാൽ ലെക്ക് എന്ന് പറയുന്നത്. ഏത് സാഹചര്യത്തിലും നമുക്ക് ആരുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന്. നമ്മളൊരു സങ്കടം വരുമ്പം ജസ്റ്റ് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമുക്ക് സങ്കടം വരുമ്പോൾ, നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആരോടാണ് ആദ്യം പറയുക? അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ഫാമിലി തന്നെ എനിക്കുണ്ടെന്ന് പറയുന്നത് ഒരു വളരെ എന്താ പറയുക, അഭിമാനത്തോടെ ഞാൻ പറയും. അതെല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ലല്ലോ അല്ലേ. അപ്പം അപ്പോൾ അതിനൊക്കെ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ഒരു സമാധാനത്തോടെ പോകാൻ കഴിയുന്നത് അവിടെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ഓലൊക്കെ നല്ല അടിപൊളി ആയതുകൊണ്ടാണ്. ഒരാളിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു വിഷമം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിലുപരി ഞാൻ എൻ്റെ നാത്തൂൻ്റെ കാര്യം പറയാം. കാരണം ഓളും ഞങ്ങൾക്കനുസരിച്ച്, ഞാനും എൻ്റെ തുത്തു വന്നാലും ഓളും, ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ഞങ്ങൾ അവിടെ നിൽക്കാറുള്ളത്. അപ്പം ഉമ്മാനിപ്പാനെയും കുറിച്ച് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉമ്മയും ഉപ്പ എന്നൊക്കെ പറയുന്നത് നമ്മളതാണ്. പക്ഷേ വേറൊരു സാഹചര്യത്തിൽ വളർന്ന് നമ്മളതല്ലാത്ത വേറൊരു വീട്ടിൽ വളർന്ന കുട്ടിയല്ലേ നമ്മൾ നാത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഓളെത്തുനിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയണം. അതിൻ്റെ കാരണം എൻ്റെ നുജൂം തന്നെയാണ്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ ഞാൻ ലെക്കാണ്. അപ്പോൾ പറഞ്ഞ കയറി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അന്ന്, അതായത് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്ത ദിവസം രാവിലെ തന്നെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിയിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാണ്. അപ്പോൾ ഇതും നാനൻ്റെ ഒരു പരിപാടിയാണ്. ഓളെ നോക്കി ആളൊക്കെ ഏൽപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചുറ്റോടും ഇങ്ങനെ കുറച്ച് ലൈറ്റ് പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫിറ്റ് ചെയ്യണത്. അതൊക്കെ കാർ പോർച്ചിലായിട്ട് ഇങ്ങനെ ഒരുക്കാണ്. അന്നൊക്കെ ഒരു മഴയുള്ള ദിവസം, അത് സത്യം പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ശനിയും ഞായറും പിന്നെ തിങ്കളാഴ്ച ഒരു ദീപാവലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങൾ നിൽക്കാൻ പോയ ആ ഒരു സമയത്താണ് ഇത് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അന്ന് ചെറിയൊരു മഴയൊക്കെ, ഉച്ചയ്ക്ക് ശേഷം ഒരു മഴയ്ക്കും ഇടിയും ഒക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മുറ്റത്ത് ഒരുക്കാനൊരു പേടി. അപ്പോൾ മഴയൊന്നും കൊള്ളണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു കാർ പോർച്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാണ്ട്. അന്ന് രാവിലെ ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ കൊണ്ട് വൈകുന്നേരം മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനയോട്
കൂടിയാണ് ഞങ്ങൾ എഴുന്നേറ്റതും ഇതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ആൾ വന്ന് ചെയ്യണതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അവരെന്നെ ചെയ്തിങ്ങനെ ഇതാകണ്ടോ ചെറുതായിട്ട് ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ടോ ഫുള്ളായിട്ട് മൊത്തത്തിലിട്ടോ. അതായത് ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ആണോ. ഈ സൈഡല്ലാത്ത ഞങ്ങളെ വീടിൻ്റെ ആ സൈഡല്ലാത്ത ബാക്കിയുള്ള ഭാഗമൊക്കെ കുഞ്ഞു കുഞ്ഞു ഇത് പകലായിട്ട് ഇങ്ങോട്ട് കറക്റ്റ് കാണാത്തതാണ് കേട്ടോ. രാത്രി ആകുമ്പോൾ നല്ല കാണുമല്ലോ. പിന്നെ ഞങ്ങൾ ഇതിങ്ങനെ നോക്കുന്ന നേരം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് അറിയണതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അല്ല കേട്ടോ, അത് അറിയാമല്ലോ ഞങ്ങൾ ഡയറ്റ് ഒന്നും ഇല്ലാത്ത ആ ഒരു സമയത്താണ് കേട്ടോ ഇത് മഞ്ചേരിയിൽ നിന്ന് ചെയ്തത്. അപ്പം ഇവരൊക്കെ ജൂമും ഞാനൊക്കെ കീറ്റോ ഡയറ്റോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാനും തുത്തൊന്നും പ്രത്യേകിച്ച് ഡയറ്റൊന്നും ഇല്ലാത്ത ആ ഒരു സമയമായിരുന്നു ഞങ്ങൾ മഞ്ചേരിക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അന്ന് കഴിച്ചതാണ് കേട്ടോ. ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഒന്നും തെറ്റിച്ചിട്ടില്ല. ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റ് ആർക്കാണ് ഉണ്ടാവാതിരിക്കില്ല, അങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റൊക്കെ ഞാൻ വരുത്തുന്നുള്ളൂ ഇപ്രാവശ്യം കീറ്റോ ഡയറ്റ് തുടങ്ങിയിട്ട്. അപ്പം അന്ന് ബിരിയാണി കഥ നല്ല ഉച്ചക്ക് ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഒരുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഒരു നോക്കി എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുന്നത് നോക്കി. പിന്നെ മുകളിൽ കുറച്ച് പരിപാടികളും ഞാൻ നുജൂമ് എന്താ പറയുക വീട്ടിലുള്ള ഒരു ദിവസമാണ് ഇത്. അവന് സർപ്രൈസ് ഒന്നല്ല കേട്ടോ, ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങോട്ട് ഒന്ന് ആഘോഷിക്കാം എന്നുള്ള. ഞാനൊക്കെ അറിയാം ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് അവൻ്റെ ഒരു സന്തോഷം എന്ന് ഞാനൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങളുള്ള ദിവസം അങ്ങോട്ട് ഈ ഒരു പരിപാടി ഒരുക്കിയത് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനതായിട്ടുള്ള രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളും കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓളെന്നെ നോക്കി മോഡലൊക്കെ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്ത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇനി രാത്രി ആകുമ്പോഴേക്കും എത്തും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. ഞങ്ങൾ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാണ് കേട്ടോ. ബിരിയാണി കഴിക്കുകയാണ്. നല്ല അടിപൊളി ബിരിയാണി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് വരെ എനിക്ക് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വരെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. കാരണം ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉമ്മാൻ്റെ ബിരിയാണി. അപ്പം ഞാൻ എപ്പോഴും കരുതും ഉമ്മാൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം, പിന്നെ ഫുള്ളായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പിന്നെ പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു മൂലക്കിലിരുന്ന് സംസാരിച്ച് ഇമ്മ ബിരിയാണി അപ്പോഴേക്കും ഉമ്മ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. ഉമ്മക്ക് ബിരിയാണി എന്നൊക്കെ പറയുന്നത് ഇതാ വന്നു എന്നുള്ള ഒത്തിരി പണിയുള്ളൂ. അപ്പോൾ ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറക്കും ചെയ്യും. അപ്പം പിന്നെ അങ്ങനെ ഉച്ച പരിപാടികളൊക്കെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങളൊക്കെ ഇങ്ങനെ കടന്നൊരു 3:30-4 മണി ആ സമയത്ത് ഇപ്പോൾ നുജുമ മുടി വെട്ടാൻ പോവാണ് കേട്ടോ. അവന് ഏതായാലും ഒരു ബർത്ത്ഡേ ഒക്കെ ഇങ്ങനെ ഒന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ലേ, അപ്പോൾ ഓനൊന്ന് മൊഞ്ചനാവണ്ടേ. അപ്പോൾ മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഒന്ന് സെറ്റാക്കി വരാമെന്ന് പറഞ്ഞ് പോവാണ്. മക്കളൊക്കെ പിന്നാലെ ഇങ്ങനെ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ ഇങ്ങനെ കൂടുന്നുണ്ട്. പക്ഷേ പിടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഐറൂസ് ഉണ്ട്, നീലുണ്ട്, പിന്നെ റെയിനുട്ടനും ആര്യനും ഇതും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ആരും കൊണ്ടുപോകാതെ നിജുമ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞേക്കണം. അപ്പോൾ പോയി വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് നേരം കൂടിയൊക്കെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാം. പിന്നെ രാത്രിയാണല്ലോ പരിപാടികളൊക്കെ. അങ്ങനെ അവൻ പോയി. പിന്നെ ഞങ്ങളിതാ അവിടെ ഒരു രാത്രി ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ അതുണ്ടോ ഇരുട്ടിങ്ങനെ വരുന്ന സമയമായിരുന്നു. പിന്നെ ഒരു 6 മണി ആ സമയമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മളിത് അവിടെ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അധികം ഇരുട്ടൊന്നും ആയിട്ടില്ല, എന്നാലും മൊത്തത്തിൽ ആ ലൈറ്റ് കത്തിയപ്പോൾ ഒരു ഭംഗിയില്ലേ, കാണാൻ ഇങ്ങനെ ഉണ്ടായ രസമല്ലേ. അപ്പം ഞാൻ പിന്നെ മൊത്തത്തിൽ അതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു കേട്ടോ. അവൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താത്ത എനിക്കൊന്ന് കുറച്ച് കൂടി തരണം, പിന്നെ ഇതൊക്കെ ഒന്ന് ശരിയാക്കാനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറയാലോ എനിക്ക് അതിനൊന്നും കൂടാനോ അവളെ ഹെൽപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഐറൂസിന് തീരെ വയ്യായിരുന്നു അന്ന് കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അന്നത്തെ കാര്യമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. കുറേ ദിവസമായില്ലേ, ഒരു 8-10 ദിവസമായില്ലേ ഇപ്പോൾ ഇതൊക്കെ സംഭവം നടന്നിട്ട്. അപ്പം അന്ന് ഐറൂസിന് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഛർദിയും ചെറുതായിട്ട് ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം റെയിനുട്ടൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. അപ്പോൾ ആ ചോക്ലേറ്റ് കേക്ക് ലേശം ഐറൂസ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഓന് ഈ ചോക്ലേറ്റ് ഓൻ്റെ വയറിന് പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ കഴിക്കുമ്പോൾ അത് ഓർമ്മയുണ്ടാവില്ല, കൊടുക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ കൊടുക്കുകയും ചെയ്യും. പിന്നെ അത് ഛർദിക്കുമ്പോൾ ആ ചോക്ലേറ്റിൻ്റെ അത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. ഏതായാലും ആ ഒരു പണി കിട്ടിയ ദിവസമായതുകൊണ്ടോ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് അധികം അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ചെറിയ രീതിയിലൊക്കെ ഞാനോളൊപ്പം അങ്ങനെ കൂടി കൊടുത്തു കേട്ടോ. കാരണം അവൻ ഐറൂസ് ഇങ്ങനെ കരച്ചിൽ തന്നെയായിരുന്നു, അലമ്പായിരുന്നു. എന്തായാലും കുറച്ച് ഇതാ അവിടെ ഈ ഹാപ്പി ബർത്ത്ഡേ തൂക്കിയിടാനും ഈ ലൈറ്റ് കത്തിക്കാനൊക്കെ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓളെന്നെ ഒരു 90% ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഡെക്കറേറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല മെഴുകുതിരി പോലെയുള്ള സംഭവമാണ്. കണ്ടാൽ
മെഴുകുതിരിയാണോ തോന്നും ഇപ്പോൾ ഇതാ ഈ കാണുന്നത് കേട്ടോ. പക്ഷെ മെഴുകുതിരി അല്ല, ഒരു ലൈറ്റാണ്, ഒരു ബാറ്ററിയിൽ ഇട്ടിട്ട് കത്തിക്കുന്ന ഒരു ലൈറ്റാണ് കേട്ടോ. അതുകൊണ്ട് മീഷോന്നോ ആമസോണിന്നോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ്. അത് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് അതിങ്ങനെ ഇളകുന്നതൊക്കെ കാണുന്നത് നമ്മൾ മെഴുകുതിരി കത്തിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായത് കാണാൻ. പിന്നെ അത് ആ ഒരു മേശമ്മൽ വിരിച്ചിരുന്ന തുണി ഉണ്ടല്ലോ, അതോളം അങ്ങനെ സെപ്പറേറ്റ് വാങ്ങി വെച്ചത്. എപ്പോഴും ആവശ്യം ഉണ്ടാവില്ല, ഓരോരുത്തരുടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വൈറ്റ് ക്ലോത്ത് ഓള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ലൈറ്റിൻ്റെ ആ മേശമ്മൽ ഇട്ട ലൈറ്റും ഓള് വാങ്ങിയതാണ്. അതേപോലെ ആ വീടുമല്ല അവിടെ അങ്ങനെ പല പല കളറിലുള്ള ബൾബ് ഇങ്ങനെ കത്തണുണ്ടോ, അതൊക്കെ നാനൻ്റെ അടുത്തുള്ളതാട്ടോ. ഈ മൊത്തത്തിൽ ഇങ്ങനെ തൂക്കിയിട്ട് ലൈറ്റ് മാലല്ലേ, അത് മാത്രമേ ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ മൊത്തം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഇരുട്ടായി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളതിങ്ങനെ തുത്തു നുജും അവിടെ എന്തൊക്കെയോ കോമഡി അടിച്ച് ഓല് രണ്ടാളും തగ్గടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിതിങ്ങനെ വീഡിയോ എടുക്കുന്നു. തുത്തു ഇത് വീഡിയോ എടുക്കാൻ വരുന്ന പരിപാടിയേ ഒക്കില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊക്കെ ഒരുങ്ങാം എന്നൊക്കെ ഉള്ള രീതി നിൽക്കുമ്പം കണ്ടോ നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ, പെരുമഴ, ഒരു തുള്ളി മുറിയാത്ത മഴ എന്നൊക്കെ പറയില്ല, അങ്ങനെയാണോ. ഇടിയൊക്കെ മിന്നലും കാര്യങ്ങളും ഒക്കെ കൂടെ ആയിട്ട് എന്തായാലും ലൈറ്റൊക്കെ തൽക്കാലം ഓഫ് ചെയ്തു. ഞങ്ങൾ ഇനിയിപ്പം മഴ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്നും അമരാതെ നമുക്ക് പിന്നെ കേക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതുവരെ ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു 8 മണി വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല വെയിലും വെളിച്ചമൊക്കെ ആയിരുന്നു. കട്ട് ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു മഴ പെയ്തത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മഴ ചോരുന്ന വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ എല്ലാവരും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി ഒരുങ്ങി നിൽക്കണം. മക്കളൊക്കെ കണ്ടോ നല്ല പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. കാരണം കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാനുള്ളതല്ല. അപ്പോൾ എല്ലാവരും നല്ല സുന്ദരിമണികളായിട്ട് സുന്ദരന്മാരൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ തയ്ച്ചതാ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. തുത്തതാ നല്ല ഷർട്ടും ജീൻസൊക്കെ ഇട്ട് നാനിയും നിജും ഒക്കെ എല്ലാവരും നല്ല സൂപ്പറായി ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഏതായാലും കുറേ നേരം കഴിഞ്ഞു. മഴയൊക്കെ ഒന്ന് ചോർന്നതിന് ശേഷം ഒന്ന് അമർന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും ആ ഒരു പിന്നെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ ഒരുങ്ങി വന്നിക്കാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു. കേട്ടോ ഈ വൾക്ക് കത്തിക്കുന്നുണ്ട്, അതൊരു ബാറ്ററിയിലൊരു സംഭവമാണ് കേട്ടോ. അത് സ്വിച്ച് ഇട്ടാൽ അങ്ങനെ മെഴുകുതിരി കത്തുന്ന പോലെ തന്നെ കത്തി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇമ്മക്കഥ നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ ചുറ്റി, പുതിയ സാരിയൊക്കെയാണ് അതൊക്കെ ചുറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഐറൂസിനെ അവിടെ ഈ ലൈറ്റൊക്കെ കൂടെ കത്തിയിട്ട് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഒന്നൊരു ജസ്റ്റ് ഓള ആയിക്കോട്ടെ, വൈബ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാട്ടൊക്കെ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി കേട്ടപ്പോൾ ഐറൂസ് ഭയങ്കര കരച്ചിൽ കേട്ടോ. ഓനെ സോപ്പിട്ടിങ്ങനെ നടക്കുകയാണ്. മോളും ഹസ്ബൻഡൊക്കെ പിന്നെ ഐറൂസ് കരയാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓന് അടങ്ങി നിൽക്കണേ. ഓന് ആ ഒരു മൊത്തത്തിൽ ആ ഒരു സംഭവം കണ്ടിട്ട് ഓന് എന്തൊക്കെയോ ഒരു പേടി, ഓന് കരച്ചിൽ തന്നെയായിരുന്നു. പിന്നെ പാട്ടും കൂടി ഇടുമ്പോൾ ഭയങ്കര കരച്ചിൽ കേട്ടോ. ഏതായാലും ഓനിങ്ങനെ മെരുക്കി കൊണ്ടെടുക്കുന്നുണ്ട്. ഓല് രണ്ടാളും ഞങ്ങളിവിടെ ഈ ഒരു വീഡിയോ എടുക്കുന്ന സംഭവത്തിലും തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞാൻ വലിയ ലോങ് വീഡിയോ ഞാൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാണ്. പിന്നെ തുത്തുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഷോർട്സ് വീഡിയോ എടുക്കാനൊക്കെ തുത്തുവിനെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നീനൂട്ടി അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആ ഫോണിൽ ഇങ്ങനെ ഞാനൊക്കെ കാട്ടി കൊടുത്തത്. നീനും കൂടി അതിൽ ഉൾപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഓക്കും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണാം ഞാൻ വീഡിയോ കോൾ ചെയ്ത് ഈ ഡെക്കറേഷനും കാര്യങ്ങളും കേക്കും ലൈറ്റും ഒക്കെ ഇങ്ങനെ നീനൂന് കാട്ടി കൊടുത്തിട്ടോ. ഒക്കെ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ആ ഒരു ദിവസം ലീവ് കിട്ടിയില്ല. പിന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഒരുങ്ങുമ്പോൾ ഓക്ക് ലീവ് കിട്ടൂല. അപ്പോൾ അധികം നമ്മളെ വീട്ടിലെ ഒരു പരിപാടി ഉണ്ടാകുമ്പോഴും നീനും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ അതാ മക്കളൊക്കെ ഒരുങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേക്ക് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അതാ കേക്കൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാര്യങ്ങളും എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവരും മ്യൂസിക് ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുലുങ്ങുന്നത് കേട്ടോ. അവിടെ പാട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു വൈബിൽ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ നടക്കുന്നത്. ഞാനിത് എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് എടുക്കുന്നതൊക്കെ ഒരു ചെറിയൊരു ചിരിച്ചുകൊണ്ടാണ് കേട്ടോ. കാരണം അന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്നും കൂടി ഇങ്ങനെ കാണില്ലേ. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. അന്ന് അങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു 7-ാം തീയതി തന്നെയാണ് കറക്റ്റ് ആ ദിവസം തന്നെ അപ്ലോഡ് ആക്കാമെന്ന് കരുതി. അപ്പം എന്താ മൊത്തത്തിലൊരു വൈബാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. ഞാൻ പറഞ്ഞില്ല എൻ്റെ വീടിനെ പറ്റി പറയാൻ, എൻ്റെ ഫാമിലിയെ പറ്റി പറയുമ്പോൾ സത്യം പറയാൻ എനിക്ക് പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിട്ടുക. കാരണം അത്രയും നമുക്കൊരു എന്താ പറയുക മെൻ്റലി ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പിനെസ്സാണ് അവിടെ എത്തുമ്പോൾ. എല്ലാവരും ഒരേ വൈബും എല്ലാവരും ഒരേപോലെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ചിന്താഗതിക്കാരാകുമ്പോൾ നമുക്ക് ഒരു കൂടുതൽ സന്തോഷം കൂടുതൽ ഒരു ഇതാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഫാമിലിയുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഒരു പ്രൗഡാണ്. അപ്പോൾ ഞങ്ങൾ കേക്ക്
കട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടോ. ഞാൻ അതും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് നിജുമുദ നാനൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഇമ്മാൻ്റെ വായിൽ, നീലുട്ടൻ്റെ, അതേപോലെ പിന്നെ അടുത്ത് ഇപ്പാൻ്റെ വായിൽ കൊടുത്തു. അപ്പോൾ ഇവർക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങോട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പാ കൊടുത്തു. ഇപ്പം പിന്നെ തിരിച്ചു നിജോമിനും കൊടുത്തു. പിന്നെ അടുത്തത് ആരാ? ഞാനാണ് കേട്ടോ. ഞാനല്ലേ വലിയ പെങ്ങളെ. പിന്നെ എനിക്ക് തന്നു. അപ്പം ഞാൻ അതിൽ നിന്നൊരു പീസ് എടുത്ത് ഓന് കൊടുത്തു. എൻ്റെ മുഖത്ത് കുറച്ച് തേച്ചു. പിന്നെ അത് കഴിഞ്ഞ് തുത്തു പിന്നെ ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുത്തുവിനെ ഏൽപ്പിച്ചതുകൊണ്ട് ഒരു വിട്ട് നിന്ന് വീഡിയോ എടുക്കട്ടെ. ഞാനാണെങ്കിൽ എൻ്റെ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ആ ഒരു ട്രൈപോഡുമേ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്കതിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞു. തുത്തു ഓള് തന്നെ ഷോർട്സിനുള്ള എടുക്കുകയാണ്. ഓൾ ലോങ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഓൾ ഭയങ്കര ഒരു മടിച്ചിക്കോതയായി ഇങ്ങനെ വരുന്നുണ്ട്. വീഡിയോ തീരെ ഇടുന്നില്ല. അപ്പോൾ പിന്നെ മോളൂൻ്റെ ഹസ്ബൻഡ് കഴിച്ചു. പിന്നെ മോളൂന് കൊടുത്തു, ഐറൂന് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും മൊത്തത്തിൽ കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാമിലി പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ 2 ആൾക്കാരെ കുറവുണ്ട്. ഒന്ന് പിന്നെ തുത്തുവിൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡുമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവർ 2 ആളും ഈ ഒരു പിന്നെ സെലിബ്രേഷനിൽ പെട്ടിട്ടില്ല. തുത്തുവിൻ്റെ ഹസ്ബൻഡിന് എന്തോ തിരക്കിലായിരുന്നു, നാട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ പിന്നെ എന്താ പറയുക ഇതിനായിട്ട് വന്ന് പിന്നെ തിരിച്ചു പോകണ്ടേ, രാത്രിയല്ലേ, ഞാൻ പിന്നെ വരുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ആളെ കിട്ടിയവന്മാരും ഇല്ല. അങ്ങനെ ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ കേക്ക് ഉണ്ടോ, നല്ല അടിപൊളി കേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള, അത് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. ഈ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ അനിയത്തി തന്നെയാണ്, അതായത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോളാണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ കേക്ക്. പിന്നെ ബിസിനസ് ആണ്, ടോക്ക് കേക്കിൻ്റെ ബിസിനസ്സാണ്. നല്ല കച്ചവടവും കാര്യങ്ങളൊക്കെയാണ്. ഏത് ഡിസൈനിലും ഏത് മോഡലിലും നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേപോലെ ഉണ്ടാക്കി തരും. നമ്മൾ അയച്ചു കൊടുത്താൽ ഒരു പിക്ചറൊക്കെ അയച്ചു കൊടുത്താൽ അതേപോലെ ഉണ്ടാക്കി തരും. പിന്നെ ഏതാ ഫ്ലേവർ വേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതേ സംഭവം സെറ്റാക്കി തരും. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ റെയിനുട്ടൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്കും ഓളെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അതും ഓൾ തന്നെ ഉണ്ടാക്കി തന്നു. ഇതും ഓൾ തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ്. അങ്ങനെ ഓരോരുത്തരൊക്കെ ഇതാ പിന്നെ കഴിച്ചു. പിന്നെ അടുത്ത പരിപാടി എന്താ, നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. ഫാമിലി ഫോട്ടോസും ഞാൻ തുത്തു നിന്നിട്ടുള്ള ഫോട്ടോ, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും വെച്ചിട്ടുള്ള ഫോട്ടോസുകൾ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. കാരണം ബർത്ത്ഡേൻ്റെ അന്ന് നമുക്ക് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ഇടണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എല്ലാവരും നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. ആ ലൈറ്റും വെളിച്ചത്തിൻ്റെ ബൾബിൻ്റെ ഒക്കെ ഇടയിൽ ആ ഫോട്ടോകൾ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു ക്യാമറാമാനാണ് ഇപ്പോൾ ഞാൻ. ഓള് അടിപൊളിയായിട്ട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഓൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ ഭയങ്കര താല്പര്യമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നിജുമ ഓളെ കഴിഞ്ഞ ഞാനെൻ്റെ ബർത്ത്ഡേക്ക് ഓക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ക്യാമറ തന്നെയാണ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഫോട്ടോ എടുത്ത് ഒന്നും ഇതുവരെ ഇങ്ങോട്ട് ഓൾറെഡി സെറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് അതെടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, രാത്രി പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ക്ലിയർ ഇല്ല. ഇനി അതിൻ്റെ എന്തോ വേറൊരു ലെൻസ് വാങ്ങാണ്ട് അത്ര. അപ്പോൾ അത് വാങ്ങിയാൽ രാത്രിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടിക്കൊന്നും എടുത്തിട്ടില്ല ക്യാമറ. പകലൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ലാതെ എടുക്കുകയുള്ളൂ, തന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. എന്നാലും അവൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. ചെറിയ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ ആ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന രീതിയൊക്കെ പഠിച്ചിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഫോട്ടോ എടുത്തു. പിന്നെ എടുത്തത് ഒരു ചെറിയൊരു കുലുക്കും ഇളക്കമൊക്കെ ആയി പാട്ടിട്ടിട്ടുള്ള ഒരു ചെറിയൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിലൊരു വൈബ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ ക്യാമറ ഒന്നാകുമ്പോൾ മഴ പെയ്ത് ചെറിയൊരു മഴ അപ്പോഴും ഇങ്ങനെ പാറ്റിലുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിട്ട് ക്യാമറ കൊണ്ടുപോയി വെക്കാമായിരുന്നു. നമ്മളെ ട്രൈപോഡ് കൊണ്ടുപോയി ഫോണൊക്കെ അവിടെ വിട്ട് കുറച്ചും കൂടി വിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, ദൂരത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി എല്ലാവരും ഒന്ന് ക്യാമറയിൽ പെട്ടിരുന്നു. ഇത് തന്നെ തുത്തു തന്നെ അധികം വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. കാരണം ഒന്നാമതേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരത്താണ് നിൽക്കുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ആ ഒരു ക്യാമറ സെറ്റ് ചെയ്ത ഭാഗം മഴ ഇല്ലാതെ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം ആ ഒരു മൊത്തത്തിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ എല്ലാവരും നിന്നിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എടുത്തു. പിന്നെ ഈ രണ്ട് കുഞ്ഞുമക്കളായിട്ടുള്ള അവരപ്പുറമൊക്കെ നിന്നിട്ട് പക്ഷേ ഫോട്ടോ എടുക്കണം. പക്ഷേ ഐറൂസ് തീരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓന് ഈ പാട്ടും ഈ വൈബൊന്നും പറ്റുന്നില്ല കേട്ടോ. ഒന്നാമതേ ഓന് വയ്യാത്തതുകൊണ്ടായിരിക്കും ഓന് അങ്ങോട്ട് ദഹിക്കണില്ല. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇനി ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടി, ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കലും ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നത്, ഫസ്റ്റ് കൊടുക്കുന്നത് മോളും മോളുൻ്റെ ഹസ്ബൻഡും കൂടിയാണ്. അപ്പോൾ പിന്നെ ഒരു
ഷർട്ടും പാൻറ്റുമാണ് അവർ പിന്നെ ഗിഫ്റ്റായിട്ട് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അപ്പോൾ തന്നെ പിന്നെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞപ്പോൾ വരുന്ന വെക്കുന്ന വാങ്ങിപ്പോന്നതാണ് കേട്ടോ. ഐറൂസ് ഇപ്പോഴും നല്ല കരച്ചിലാണ്. എനിക്കിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടം ആവുന്നുണ്ട്. അന്നത്തെ നേരത്തെ പിന്നെ കരച്ചിൽ ആ ഒരു എന്താ പറയുക, ആ സമയത്ത് നമ്മൾ അത്ര ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിൽ അങ്ങനെ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണോ ഇത്രയും കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്താൽ അപ്പം തന്നെ കാണണമല്ലോ. അപ്പോൾ കൊടുത്ത അപ്പം തന്നെ അതൊക്കെ തുറന്ന് നോക്കി ഷർട്ട് ഏതാ കളറ് പാൻറ്റ് ഏതാ കളറ് എന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. ഏതായാലും ഇപ്പോൾ നുജും കുറച്ചൊന്ന് തടി കുറഞ്ഞതുകൊണ്ട് ഓന് ആദ്യം എൻ്റെ എത്ര 108 109 അത്രയൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓനൊരു 99 97 ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അളവൊക്കെ കിട്ടും. അങ്ങനെ പാൻറ്റും ഷർട്ടൊക്കെ പാകാണ്, അത് അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇമ്മാൻ്റെ വക ഗിഫ്റ്റാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കിയത് ഈ ഒരു മൊത്തത്തിൽ എല്ലാവരും ഫാമിലി മൊത്തത്തിൽ എല്ലാവരും ഉള്ള ഒരു പിന്നെ എന്താ പറയുക ഫ്രെയിമാണ് കേട്ടോ, ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കിയത്. ഈ ഒരു സംഭവം ഉണ്ടാക്കി സെറ്റാക്കി കൊടുത്തത് ഞാനാണ് കേട്ടോ. അരീക്കോട് ഞാൻ ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാനിങ്ങനെ ഫോട്ടോ എല്ലാവരും നോക്കിയതാണ്. മുകളിൽ നുജുമും ഞാനും തുത്തും നിൽക്കുന്നതും ഉമ്മീപ്പി എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ അതിൽ പെട്ടു. പക്ഷേ ഇതൊന്നും അതിലില്ല കേട്ടോ. ഞാനത് തീരെ ശ്രദ്ധിച്ചില്ല. എൻ്റെ വിചാരം ആ ഫോട്ടോത്തിൽ ഉള്ളുണ്ട് എന്നാണ്. ഞാൻ കൊടുത്ത ഫോട്ടോ ആണ് ഓല് ഫ്രെയിം ചെയ്തതൊക്കെ. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. പിന്നെ ഇതുമൂന്ന് സങ്കടമാവുമോ എന്നൊക്കെ ഉള്ളൊരു തന്നെ. ഏതായാലും ഞാൻ ഓളെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി. പിന്നെ അടുത്തതാണ് ഐറൂസ് ഇപ്പോഴും എൻ്റെ ഒക്കത്തിൽ നിന്ന് കരയാണ്. ഞാനും തുത്തും കൂടി ചെറിയൊരു ഗിഫ്റ്റ്, അധികമൊന്നുമില്ല, ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ്. ഞാൻ പറയില്ലേ, നമ്മൾ വലിയ പരിപാടിയൊന്നും അല്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കട്ടെ. കാരണം അന്ന് തന്നെയാണ് റെയിനുട്ടൻ്റെ ബർത്ത്ഡേ, ഓനും ഗിഫ്റ്റ് വാങ്ങി. ഇനിയിപ്പോൾ ഇതുമൂന്ന് ബർത്ത്ഡേ വരാനുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ തന്നെ 2-3 ബർത്ത്ഡേ ഉണ്ട്. നമുക്ക് ഇത്രയ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പോൾ ഞാനും തുത്തും കൂടെ ഒരു ഷർട്ടാണ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഓൻ്റെ പാകത്തിന് അങ്ങനെ ഷർട്ട് ഓർഡർ ചെയ്തു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടാണ് കേട്ടോ. അവന് ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റാണ്. ഞങ്ങൾ ഏകദേശം ഒരു അളവൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങോട്ട് പൈസ എടുത്തിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നുണ്ട്. അത് വീഡിയോ എടുക്കുന്നുണ്ട്, ഞാനും വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇവിടെ വീഡിയോ അങ്ങോട്ട് ഓണാക്കി വെച്ച് കാണട്ടോ. പിന്നെ ഇത് ഗിഫ്റ്റുകളൊക്കെ ഇത്രയേ ഉള്ളൂ, ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റാണ്. പിന്നെ ഞാനും നുജുമൊക്കെ നിന്നിട്ട് അവർക്ക് പോസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഫുഡ് ഉച്ചക്ക് ഓൾറെഡി ഉമ്മ ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി പിന്നെ രാത്രി ഉണ്ടായിരുന്നു. ആ ബിരിയാണി തന്നെ രാത്രി തന്നെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ നല്ലോണം ഒരുപാട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഉച്ചക്കും രാത്രിയും ഒക്കെ വയറ് നിറച്ച് കഴിക്കാനുള്ള ബിരിയാണി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാത്രി പിന്നെ ബിരിയാണി തന്നെയാണ് ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇമ്മാനൊക്കെ എല്ലാവരും എല്ലാം അടിപൊളിയായിട്ട് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് കിട്ടി. ഇപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എൻ്റെ ഒരു ഭയങ്കര ഓർമ്മയിൽ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മൾ യൂട്യൂബിൽ ഇടുമ്പോൾ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണാമല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ ഇടുമ്പോൾ മൊത്തത്തിലൊരു സന്തോഷം കേട്ടോ. കുറേ കാലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളായി. നമ്മൾ കുറേ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഈ മക്കളൊക്കെ വലുതാവും, വേറെ വലിപ്പാവും, ഒക്കെ ഒരു വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കും. അപ്പോൾ കാണുമ്പോഴൊക്കെ ആയിരിക്കും അടിപൊളിയായിരിക്കുക. എന്തായാലും നമ്മുടെ ഒരുവിധ ഫോട്ടോ എടുക്കലും പരിപാടികളും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് സെലിബ്രേഷന്. ഒരുപാട് ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് ചെറിയ രീതിയിൽ ഞങ്ങളുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കിട്ടു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോഴും സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഒരു പ്ലേറ്റ് എല്ലാവർക്കുള്ള ബിരിയാണി ആയിട്ട് വന്നു. എല്ലാവരും വായിലേക്ക് അങ്ങനെ വാരി തരുന്നുണ്ട് കേട്ടോ. ഇമ്മാക്ക് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, എല്ലാവർക്കും വാരി കൊടുക്കുക, വയറ് നിറക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ വാരി തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസത്തെ സന്തോഷം ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം.